ഹലോ അൽമിഷ് ഭായി, നിങ്ങളെവിടെ? യൂസേ, ഞാൻ വരെ ടൗണിലുണ്ടല്ലോ. പെട്ടെന്നിട്ട് വരി. ഇതാ എത്തി. എന്താ യൂസ് അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? കൈ നീട്ടം വാങ്ങാൻ പോകണ്ടേ കൂട്ടേട്ടൻ്റെ അടുത്തേക്ക്? അന്ന് ഇങ്ങോട്ട് കേറ് വണ്ടിമേ. റെയിൻബൈന് വൈക്കുന്ന കയറ്റാനുണ്ട്. ആയിക്കോട്ടോ, പോണ വൈക്ക് കയറ്റിയ പോരെ, ഇത് കേറ്. എന്നിട്ട് വേണം 3-4 ട്രിപ്പിൾസും വെച്ച് പോയിട്ടുള്ള പൈന കൂടി കൊടുക്കാൻ. നിങ്ങൾക്ക് എന്താ തലക്കല്ല ഓളം ഉണ്ടോ? ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. അല്ല യൂസഫ് അലിയെ, ആ ചങ്ങായി ഒരുങ്ങി നിൽക്കണ്ടാവോ? അതൊക്കെ ഞാൻ പറഞ്ഞോക്കണോ, മൂപ്പര് ഒരുങ്ങിക്കോ. പിന്നെ കായിട്ടായില്ലോ, ഒരുങ്ങിക്കായിരിക്കോ? എന്നാ മതി. അല്ല അൽമിഷ് ഭായി, എന്തിനൊക്കെ മൂപ്പര് ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞത്? വിഷു കഴിഞ്ഞിട്ടും അങ്ങനെ അതിനെന്തിനാ ഓഫീസിലേക്ക് എന്താ ചെല്ലാൻ പറഞ്ഞു? വീട്ടിലേക്ക് എന്താ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാവുള്ളൂ. അത് ശരി. അൽമിഷ് ഭായി, ആ പഹയം മറി വെച്ചു. എന്തേ? നമ്മളേക്കതേ മറ്റേ പശു കൈ നീട്ടം വാങ്ങിട്ട് ഗൂഗിൾ പേ ഇട്ട് കൊടുത്തന്നെ. മൂപ്പര് വരുന്നില്ല, റെയിൻബായി. യൂസഫ് അലിയെ, പൈസ ചോർക്കട്ടോ. അതിപ്പോ അല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുക്കേണ്ടി വരില്ലേ? എത്ര? 200. പിന്നെ യൂസഫ് അലിയെ, കഴിഞ്ഞിട്ട് കിട്ടണ കായ് കൊണ്ടൊന്നും തോന്നിയസം കാണിക്കരുതല്ലോ. കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഞാൻ തോന്നിയ ദിവസം കാട്ടില്ല, എനിക്കൊരു മൊബൈൽ എടുക്കണമെന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അതിന്റെ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് എടുത്തിട്ട് ബാക്കി EMI ഇടാം. ആയിക്കോട്ടെ, എന്നാ പോരെ. ഓ, എന്റെ പൊന്നാര കൂട്ടേട്ടാ, ഈ 18-ാം പാട്ടിന്റെ മോളെല്ലാം ഓഫീസും ഒക്കെ വേറെ സ്ഥലം കിട്ടിയില്ല. അല്ല, എന്താ കുട്ടേട്ടാ നിങ്ങൾ വിഷുവായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് കോയമ്പത്തൂർ വരെ പോകാനുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരുത്തം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതാ ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നാ പിന്നെ കൂട്ടേട്ടാ, സമയം കാളുടെ വേഗം കൈനീട്ട് എടുക്കുക, നമുക്ക് വേറെ പരിപാടി ഉണ്ട്. ഇന്ന് അങ്ങോട്ട് എടുത്തോളിയും കുട്ടേട്ടാ. എന്തൊക്കെ സ്വപ്ന പദ്ധതികളായിരുന്നു. വിഷു കൈനീട്ടം കിട്ടിയ പൈസ കൊണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് മൊബൈൽ എടുക്കണം, ബാക്കി പൈസ ദൂർത്തടിക്കരുത്. എന്നിട്ടിപ്പോൾ കിട്ടിയതോ 10 രൂപ, ഓട്ടോറിക്ഷക്ക് കൊടുത്തതോ 200 രൂപ. ഈ വർഷം പോയി മനസ്സിന്റെ. കുട്ടേട്ടാ, ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു.